എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് എൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഒരു സ്ഥലത്ത് പാപത്തിൻ്റെ തൽക്കാല ഭോഗം അഥവാ പാപത്തിൻ്റെ സകല അവസരങ്ങളും അവനുണ്ട്. പക്ഷെ അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ ദൈവ പൈതലാണ്. അതുകൊണ്ട് അവൻ ദൈവജനത്തോട് ചേർന്ന് കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. മിസ്രൈമിലെ സകല നിക്ഷേപവും അവന് ഉള്ളതാ. അതാ അവൻ്റെ അമ്മ ഒരുപക്ഷെ പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കും, മോനെ എൻ്റെ ആഗ്രഹം നീ അടുത്ത ഫറവോനാകണമെന്നാ, അങ്ങനെയാണെങ്കിൽ മിസ്രൈമിൻ്റെ സകല നിക്ഷേപവും നിനക്കുള്ളതായിരിക്കും. മോശ ഉള്ളിൽ നിശ്ചയിച്ചു, അല്ല, ഞാൻ എബ്രായനാണ്, എനിക്ക് മിസ്രൈമിൻ്റെ നിക്ഷേപം വേണ്ട, എൻ്റെ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ മതി. അവൻ ഡിഫറൻ്റ് ആയിരുന്നു, അവൻ വ്യത്യസ്തനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ തീരുമാനമെടുക്കുകയാണ്, ഞാൻ ഒരിക്കലും ഈ മിസ്രൈമ്യനെ പോലെ ആവുകയില്ല. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സഹോദരന്മാരെ കാണാൻ പോകുന്നത്. 40 വയസ്സായപ്പോൾ അവൻ്റെ സഹോദരന്മാരെ കാണാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ സ്തെഫാനോസ് പ്രസംഗിക്കുന്ന വേദഭാഗത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതായ കാര്യം 24-ാമത്തെ വാക്യം, അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു, മിസ്രൈമ്യനെ അടിച്ചു കൊന്നു, പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. അപ്പോൾ അവനിതെല്ലാം ചെയ്യാൻ കാര്യം എന്താ? അവൻ പറയാണ്, ഞാൻ എബ്രായനാണ്, അതുകൊണ്ട് ഞാൻ എബ്രായർക്ക് വേണ്ടി നിലകൊള്ളും. മിസ്രൈമിൻ്റെ ജ്ഞാനമൊന്നും എനിക്ക് വേണ്ട, മിസ്രൈമിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞു. മിസ്രൈമിൻ്റെ ജ്ഞാനമല്ല, മിസ്രൈമിൻ്റെ ധനമൊന്നുമല്ല എനിക്ക് വിഷയം. എബ്രായരുടെ കൂടെ നിന്നു. അവൻ എബ്രായനാണെന്നുള്ള ഒരു ബോധ്യം അവന് ഉണ്ടായിരുന്നു. എന്നാൽ 25-ാമത്തെ വാക്യത്തിൽ, അതേ ദിവസം ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. അവൻ ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവൻ ചിന്തിച്ചു, അല്ല, ഞാൻ മുഖാന്തരമാണ് ഇസ്രായേൽ മക്കളുടെ രക്ഷ സംഭവിക്കാൻ പോകുന്നത് എന്ന് എൻ്റെ സഹോദരന്മാർ വിശ്വസിക്കും. എബ്രായരായ അവർ പറയും, ഓ, കൊട്ടാരത്തിൽ നിന്ന് ഒരുത്തൻ വന്നിരിക്കുന്നു, അവൻ എബ്രായരെ രക്ഷിക്കും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റേന്നാൾ ചെല്ലുമ്പോൾ 2 എബ്രായർ തമ്മിൽ വഴക്കുണ്ടാക്കുക. ഉടനെ ഇവൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾ സഹോദരന്മാരല്ലേ, നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞവരെ സമാധാനപ്പെടുത്താൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ എന്നെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആര്? നീ ആരാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ? എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? അവർ പറയുന്നത്, എടാ, നീ ആരാ? നീ മിസ്രൈമ്യൻ, നിന്നോട് ആരാ ഇവിടെ വരാൻ പറഞ്ഞത്? നീ മിസ്രൈമ്യനാണ്, ഞങ്ങൾ എബ്രായരുടെ കാര്യം നിന്നെ ആരാ ഞങ്ങൾക്ക് ന്യായാധിപതിയാക്കിയത്? നീ എബ്രായനല്ല, നീ മിസ്രൈമ്യനാണ്. അവൻ്റെ ചങ്ക് തകർന്നു പോയി. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും വന്നോ പറയാ, നീ എബ്രായനല്ല, നീ മിസ്രൈമ്യനാണെന്ന്. അവിടെ നിന്ന് മോശ ഓടിപ്പോകുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അവൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ 2-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ, ഫറവോൻ ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവനോടൊരു കിണറ്റിനരികെ ഇരുന്നു. മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാരുണ്ടായിരുന്നു. അവർ വന്ന് അപ്പൻ്റെ ആളുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു. എന്നാൽ ഇടയന്മാർ വന്നവരെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ചു, അവരുടെ ആളുകളെ കുടിപ്പിച്ചു. അവർ തങ്ങളുടെ അപ്പനായ റഘുവേലിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ, നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെയെന്ന് അവൻ ചോദിച്ചു. ഉടനെ അവരെന്താ പറഞ്ഞു? ഒരു മിസ്രൈമ്യൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങൾക്ക് വെള്ളം കോരി തന്നു, ആളുകളെ കുടിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇവൻ എബ്രായനാണെന്നാണ് ഇവൻ്റെ ചിന്ത. പക്ഷെ അവിടെ ചെന്ന് എബ്രായരായ ആളുകളെ, മിദ്യാനിലെ പുരോഹിതൻ്റെ മക്കളെ സഹായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നത്, ഒരു എബ്രായൻ വന്ന് ഞങ്ങളെ വിടുവിച്ചെന്നല്ല, ഒരു മിസ്രൈമ്യൻ വന്ന് ഞങ്ങളെ രക്ഷിച്ചു. അപ്പം മോശയ്ക്ക് മനസ്സിലായി, ഇപ്പോഴും ജനങ്ങളെല്ലാം ചിന്തിച്ചിരിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും ഞാൻ മിസ്രൈമ്യനാണെന്നാണ്, ഞാനൊരു എബ്രായനാണെന്ന് ഇതുവരെയും ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത്
അവൻ തൻ്റെ പുത്രിമാരോട് അവൻ എവിടെ, നിങ്ങൾ അവനെ വിട്ടേച്ച് പോകുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവനെ വിളിക്കാൻ പറഞ്ഞു. മോശയ്ക്ക് അവനോടുകൂടെ പാർപ്പാൻ സമ്മതമായി. അവൻ മോശയ്ക്ക് തൻ്റെ മകൾ സിപ്പോറയെ കൊടുത്തു. അവിടെ നമ്മൾ കാണുന്നതെന്നറിയാമോ? 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ യിത്രോവിൻ്റെ ആളുകളെ മേയിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം, ഒരു മിസ്രൈമ്യൻ ഒരു കാരണവശാലും ആടുകളെ മേയിക്കത്തില്ല. യാക്കോബും അവൻ്റെ മക്കളും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ യോസഫ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പറയണം ഞങ്ങൾ ഇടയന്മാരാണെന്ന്. അങ്ങനെ അവൻ പറയും, എന്നാൽ പിന്നെ വേറെ പോയി താമസിച്ചോ. കാര്യം ഇടയന്മാർ മിസ്രൈമ്യർക്ക് വെറുപ്പാകുന്നെന്നാണ്. അപ്പോൾ ഇവൻ ചിന്തിച്ചു, എടാ എന്നെ ഇതുവരെയും എബ്രായരുടെ അടുത്ത് ഞാൻ ചെന്ന് കാര്യം തീർക്കാൻ ചെന്നപ്പം അവർ പറഞ്ഞു, നീ മിസ്രൈമ്യനാ, നീ ഇങ്ങോട്ട് വരണ്ടാന്ന്. ഇപ്പോൾ ഇവിടെ വന്ന് മിദ്യാനിൽ ഈ പെങ്കൊച്ചുങ്ങളും പറയുന്നത് എന്താ, മിസ്രൈമ്യൻ വന്ന് ഞങ്ങളെ രക്ഷിച്ചെന്ന്. എങ്ങനെ അവർ എബ്രായനാകുന്നത്? അപ്പോൾ അവൻ ചിന്തിച്ചു, അതിനുള്ള ഏക മാർഗം ഒരു ഇടയനാവുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ മിസ്രൈമ്യനാണെന്ന് പറയത്തില്ലട്ടോ, ഇടയനാണെന്ന് പറയാം. അങ്ങനെ ഇടയനാകാനായിട്ട് അവൻ തീരുമാനമെടുക്കുന്നതാണ് നമ്മൾ 3-ാമത്തെ അധ്യായം അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ അവൻ ആയിരിക്കുന്ന സമയത്ത് ദൈവം അവനെ കാണുകയും അവന് പ്രത്യക്ഷനാവുകയും ചെയ്യുന്നതാണ് ആ അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ആ സംഭവങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. യഹോവ അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഈ ജനങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കുകയാണ്. 7-ാമത്തെ വാക്യത്തിൽ യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവേലക്കാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസിയർ, ഹിവ്യർ, യെബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എന്നിട്ട് 10-ാമത്തെ വാക്യത്തിൽ, ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. ദൈവം അവനോട് പറയാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഫറവോൻ്റെ അടുത്തേക്ക് അയക്കാനായിട്ട്. ഉടനെ മോശ ദൈവത്തോട് പറയുന്നത് 11-ാമത്തെ വാക്യത്തിൽ, മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. നേരത്തെ അവൻ ചിന്തിച്ചത്, ഇവൻ ചോദിക്കുന്നത്, ഞാൻ ആരാ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കാനും തക്കോണമൊക്കെ ഞാൻ ആരാ? 40 കൊല്ലം മുമ്പ് ഇവൻ തൻ്റെ സഹോദരന്മാരായ എബ്രായരെ രക്ഷിക്കാനായിട്ട് പോയപ്പോൾ അവൻ ചിന്തിച്ചത്, ഞാൻ അല്ലാതെ ആരാ ഇവരെ രക്ഷിക്കുന്നത്? മറ്റേയൊക്കെ ഇടയന്മാരല്ലേ. അവനൊരു ഇടയന്മാരെന്ന് പറയുമ്പോൾ ഒരു പുച്ഛവും കാണുമെന്ന് വെച്ചു. മറ്റേയൊക്കെ ഇടയന്മാരല്ലേ, അവരെ കൊണ്ടുവല്ലോ ഇവരെ രക്ഷിക്കാൻ പറ്റുമോ? ഞാനാണെങ്കിൽ മിസ്രൈമിലെ സകല ജ്ഞാനവും അഭ്യസിച്ച ആളല്ലേ. തന്നെയല്ല, ഫറവോൻ്റെ കൊട്ടാരത്തിലൊക്കെ നിൽക്കാൻ ഞാനല്ലാതെ പിന്നെ ആരാ? 2 വർത്തമാനം പറയണമെങ്കിൽ എനിക്കെല്ലാം അറിയത്തുള്ളോ എന്നൊക്കെയാ 40 വർഷം മുമ്പ് അവൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ 40 വർഷം ആടിനെ തീറ്റി നടന്നു കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ ആരുമല്ല. കർത്താവ് പറഞ്ഞത്, ഞാനിത് കേൾക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. നീ ഇത് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ നിന്നെ ഞാൻ നേരത്തെ അയച്ചേനെ. പലപ്പോഴും നമുക്കുള്ള പ്രത്യേകത, നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്തു കളയുമെന്നുള്ള ഒരു ചിന്തയാണ്. കർത്താവ് പറഞ്ഞു, സാരമില്ല. 12-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളതിന് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. മോശ പറഞ്ഞു, എനിക്കതിനുള്ള കഴിവില്ല. കർത്താവ് പറഞ്ഞില്ല, അങ്ങനെയൊന്നുമല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കലൊരു മിസ്രൈമിനെ നീ ഒറ്റ അടിക്ക് മണലിൽ താഴ്ത്തിയതല്ലേ. നീ ഒന്ന് ആലോചിക്കണം. ഇപ്പോഴും അതിനുള്ള കൈ ഊക്കമൊക്കെ നിനക്കുണ്ട്. വയസ്സ് ഇത്രയുമായെന്നുള്ളതേ ഉള്ളൂ. എന്നാലും നിനക്ക് ശക്തി ഉണ്ടെന്നൊന്നും അല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, എടാ ഇതാ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇതായിരുന്നു എനിക്ക് കേൾക്കേണ്ടത്. നിനക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, നീ ഏതാണ്ടൊക്കെ ചെയ്ത് കളയുമെന്ന്. ഇല്ലടാ മക്കളെ, കർത്താവ് പറഞ്ഞില്ല നിനക്കിപ്പോഴും പഴയ ശക്തി ഉണ്ടെന്ന്. ചില ആളുകളുടെ ചിന്ത എന്നാണെന്നറിയാമോ? അവരുടെ ശക്തി കൊണ്ട് അവർ ഏതാണ്ടൊക്കെ നേടിക്കളയുമെന്നുള്ള ചിന്തയുള്ളവരുണ്ട്. അത് ഇനി സുവിശേഷ പ്രസംഗകരാണെങ്കിലും എൻ്റെ ജ്ഞാനം കൊണ്ടും എൻ്റെ പരിജ്ഞാനം കൊണ്ടും ഒക്കെ ഞാൻ ഏതാണ്ടൊക്കെ നേടിക്കളയുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രസംഗകർക്കും അധ്യാപകർക്കും ഒക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ കയറി വരാനുണ്ട്. ഞാൻ ഈ ഹീബ്രു ഗ്രീക്കും ഒക്കെ അറിയാവുന്നത് കൊണ്ടേ എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. പ്രിയമുള്ളവരെ, അതൊന്നും അല്ല വിഷയം. ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കർത്താവ് പറഞ്ഞു, നിനക്ക് കഴിയില്ല, പക്ഷേ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവം നമ്മോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ജ്ഞാനവും ബുദ്ധിയും ഒന്നും ഇവിടെ ആവശ്യമില്ല. പൗലോസ് ഭയങ്കര ബുദ്ധിമാനായിരുന്നു. പക്ഷെ പൗലോസ് ഒടുവിൽ പറയുന്നതെന്നറിയാമോ?
ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇരുന്നാറ് ഞാൻ എൻ്റെ ജ്ഞാനം ഉപയോഗിച്ചിട്ടില്ലെന്നാ. നമ്മുടെ ജ്ഞാനം കൊണ്ടല്ല നമ്മൾ ആത്മാക്കളെ നേടുന്നത്. കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഇരുന്നാലേ പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കാൻ മാനുഷികമായ ബുദ്ധിയും ജ്ഞാനവും ഒന്നും അല്ല അത്യാവശ്യമായിരിക്കുന്നത്, ഒന്നുമല്ല. അതിനൊക്കെ അപ്പുറത്ത് ദൈവത്തിൻ്റെ കരമാണ്. ദൈവത്തിൻ്റെ കരം. നമുക്ക് ചിലപ്പോൾ ജ്ഞാനവും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് അത്ര ജ്ഞാനം ഇല്ലെന്നുള്ള ഒരു ചിന്തയും ഉണ്ടാകും. ഒരു എഡ്യൂക്കേഷൻ സിറ്റിയിൽ ഒരു പാസ്റ്റർ അവിടെ പാസ്റ്ററായിട്ട് ചെന്നു. അവിടെ വരുന്നതെല്ലാം അവിടുത്തെ കോളേജിലെ പ്രൊഫസേഴ്സും അതുപോലുള്ള ആളുകളാണ്, എല്ലാം PhD-കാരാണ് വരുന്നതെല്ലാം. അപ്പോൾ പാസ്റ്റർക്ക് വലിയൊരു സങ്കടം. കാര്യം ഇവരോടൊക്കെ സംസാരിക്കാനും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും തെറ്റിപ്പോയാലോ എന്നുള്ള ഒരു പേടി. ഇങ്ങേരുടെ അപ്പനും ഒരു പാസ്റ്ററാണ്. ഒരു ദിവസം നാട്ടിൽ വന്നപ്പോൾ ഇദ്ദേഹം അപ്പനോട് പറഞ്ഞു, പപ്പാ ഞങ്ങളുടെ ചർച്ചിൽ പോയി പ്രസംഗിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അതെന്നാടാ? അവിടെ വരുന്നതെല്ലാം പ്രൊഫസേഴ്സും അതുപോലുള്ള ആളുകളുമാണ്. ഞാൻ ഏതെങ്കിലും കാരണവശാൽ ഞാൻ എക്കണോമിക്സ് പറഞ്ഞാൽ എക്കണോമിക്സിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ബയോളജി പറഞ്ഞാൽ ബയോളജിയുടെ പ്രൊഫസർ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസർ അവിടെ ഇരിപ്പുണ്ട്. ഞാനിനിയും വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഞാൻ സുവോളജി പറഞ്ഞാൽ സുവോളജിയുടെ പ്രൊഫസർ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും പ്രസംഗിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തോ പറഞ്ഞാലും അതിൻ്റെ ടോപ്പ് ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ആകെപ്പാടെ വിഷമത്തിലാണ്. ഉടനെ അയാളുടെ അപ്പൻ പറഞ്ഞു, മോനെ നിന്നോട് ആരാ പറഞ്ഞത് ബയോളജിയും സുവോളജിയും ഒക്കെ പ്രസംഗിക്കാൻ? ഇടാ, വചനം പ്രസംഗിച്ചാൽ മതി. വചനം പ്രസംഗിച്ചാൽ ഏതവൻ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. കാര്യം നീ അത് പ്രാപിക്കുന്നത് ഭൂമിയിലെ ജ്ഞാനത്തിൽ നിന്നല്ല, ഉയരത്തിലെ ജ്ഞാനമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ പല പ്രസംഗകരും ജ്ഞാനം ഉപയോഗിച്ച് ആളുകളെ വീഴിക്കാമെന്ന പലരുടെയും ചിന്ത. പണ്ടൊരു കൺവെൻഷന് ഞാൻ പോയി പ്രസംഗിച്ചു. സിമ്പിളായിട്ട് ശമരിയക്കാരി സ്ത്രീയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടായി. ഒരു ഗ്രാമപ്രദേശമാണ് പ്രസംഗിച്ചത്. അന്ന് രാത്രിയിൽ പണ്ടത്തെ കാലമാണ്, എനിക്ക് തോന്നുന്ന ഒരു 30 വർഷം മുമ്പ്, 35-40 വർഷം മുമ്പിലത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു കൺവെൻഷൻ പ്രസംഗിച്ചതാണ്. അന്ന് അവിടെ എന്നെ വിളിച്ച ആളുടെ വീട്ടിൽ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എന്നെ ബസ് കയറ്റി വിടാനായിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മിനിഞ്ഞാന്ന് പ്രസംഗിച്ച ആളുടെ ജ്ഞാനം എന്തോ ജ്ഞാനമാ. അതായത് ഞാൻ പ്രസംഗിച്ചത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ആകാശത്തിൽ അരിപ്പ വീണ കാര്യമൊക്കെ ഏതാണ്ട് പുള്ളി പറയുന്നത് ഓസോണെന്നോ ഏതാണ്ടൊക്കെ എന്നാ ജ്ഞാനമാ. അതായത് ഞാൻ ഈ പാവപ്പെട്ട ശമരിയക്കാരി സ്ത്രീയുടെ കാര്യമൊക്കെ പറഞ്ഞൊന്നും പുള്ളിക്ക് അങ്ങോട്ട് ബോധ്യപ്പെട്ടില്ല. ഓസോൺ ലേയേഴ്സിന് അരിപ്പ വീണ കാര്യമൊക്കെ പറയാഞ്ഞതുകൊണ്ട്. അതൊക്കെ ആ സുവിശേഷ പ്രസംഗം എന്ന ആൾക്കാരുടെ ചിന്ത. ഇവിടെ വചനം പ്രസംഗിക്ക്. ഓസോൺ ലേയേഴ്സ് ഒന്നും മിണ്ടരുതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ജ്ഞാനം വിളമ്പാനുള്ള സ്ഥലമല്ല സുവിശേഷ യോഗം. അവിടെ ആവശ്യമുള്ളത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്, വചനമാണ്. അതുകൊണ്ടെന്താ ഇന്ന് ആളുകൾ ക്രൂശിനെ പ്രസംഗിക്കുന്നില്ല. പൗലോസ് പറയാണ്, പൗലോസ് ഇത്രയും ജ്ഞാനിയായിട്ട് പറയുന്നത് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മോശയോട് കർത്താവ് പറയാ, നിന്റെ ജ്ഞാനമൊന്നും വേണ്ട, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ആവശ്യമുള്ളത് ദൈവ സാന്നിധ്യമാണ്. ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വേല തികച്ചെടുക്കുവാൻ, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുവാൻ ആവശ്യമായിരിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ശത്രുവാമെന്നെ ദൈവം മിത്രമാക്കിയേ, രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാമെന്നെ ദൈവം മിത്രമാക്കിയേ, രക്തവും ചിന്തി യേശു
എന്നെ